ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിൽ കണ്ട കാര്യത്തിലേക്ക് തന്നെ നോക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈ ബാക്കിൽ നിന്ന് ആരൊക്കെ എടുക്കണമെന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാക്കിൽ 2 പേരെ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ ഓൾമോസ്റ്റ് ഞാൻ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സെക്കൻഡ് അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹാരി കെയിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഹാരി കെയിൻ ഡീപ് ലൈൻ ഫോർവേഡാണ്. അതുകൊണ്ട് തന്നെ ഗോൾ പോച്ചർ എന്ന് പറയാനാവില്ല. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ കളിക്കാൻ പറ്റുന്നൊരു ഹാരി കെയിനാണ്. സ്പീഡ് 70-80 റേഞ്ചിലുള്ള സ്പീഡ് കാര്യങ്ങളൊക്കെയാണ് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹാരി കെയിൻ്റെ ഹാരി കെയിൻ ഇത്തിരി ഇതിലും ബെറ്റർ കുറേ പ്ലെയർ ഓഫ് ദ വീക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ നോക്കുകയാണ് എഡർസൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡായിരിക്കും. കാരണം 99 എഡർസനൊക്കെ വന്നിട്ട് കുറേ കാലങ്ങളും കാര്യങ്ങളായിട്ടുണ്ട്. ഓക്കെ, എഡർസൺ എന്ന് വെച്ചാൽ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. അപ്പോൾ ഡിഫെൻസീവ് ഗോൾ കീപ്പറായിട്ടുള്ളതിൽ എഡർസനെ സൈൻ ചെയ്യാൻ പാടില്ല. കാരണം ഡിഫെൻസീവ് ആവില്ല. എഡർസണ് ലോഫ്റ്റഡ് പാസ് കൊടുത്തിട്ടുണ്ട്. കിക്കിംഗ് പവർ 87 ഉണ്ട്. എഡർസണ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ അവയർനെസ്സൊക്കെ നമ്മൾ സ്കില്ല് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും കിട്ടുക. 90 അബോവ് കിട്ടുന്നുണ്ടാവും. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് എനിക്കറിയില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാക്കൻ ചാവ്ലിനോകളാണ്. ആളൊരു ഓർക്കസ്ട്ര പ്ലേയിങ് സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ റേറ്റിംഗ് എന്ന് വെച്ചാൽ 99 ആണ് സ്കോഡിലിടുമ്പോൾ. അപ്പോൾ അറ്റാക്കിങ് അവയർനെസ്, ലോഫ്റ്റഡ് പാസ്, ലോ പാസ്, പാസിങ് നല്ലോണം കിട്ടുന്നുണ്ട്. പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ചാവ്ലിനോഗിനെയാണ് ഇതിനകത്ത് സൈൻ ചെയ്ത ഫസ്റ്റ് പ്ലെയർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഷോട്ടും കാര്യങ്ങളും പിന്നെ പാസിങ്ങും ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രിമാൾഡോനെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഫുൾ ബാക്ക് ഫിനിഷറാണ്. ബട്ട് എനിക്ക് വലുതായി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. 97 റേറ്റിംഗേ പോകുന്നുള്ളൂ. 97 or 98 ആണ്. അപ്പോൾ അവൻ്റെ നോക്കുകയാണെങ്കിൽ 90 സ്റ്റാറ്റ്സ് കിട്ടുന്നില്ല. എല്ലാം ഒരു ആവറേജ് 80 സ്റ്റാറ്റ്സ് ആണ്. സ്പീഡും കാര്യങ്ങളൊക്കെ 83 അത്ര റേഞ്ചേ ഉള്ളൂ. ലെഫ്റ്റ് ബാക്കിനൊക്കെ ഒരു 90 അബോവ് സ്പീഡും കാര്യങ്ങളൊക്കെ വേണം. എന്നാലേ കളിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റും. അടുത്ത ജോൺ പോൾ വാൻഹാക്കെയാണ്. എനിക്കറിയില്ല, ബിൽഡപ്പാണ് കൊടുത്തിട്ടുള്ളത്. ലോങ് ബോളൊക്കെ നൽകാൻ എക്സ്പേർട്ട് ആണെന്നാണ്. ബട്ട് ഇവനൊന്നും ആരും എടുക്കാൻ സാധ്യതയില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ജൂനിയർ ഇറ്റോ ലീഗ് 1 പ്രോളിഫിക് വിന്നറായിട്ടാണ് കളിക്കുന്നത്. പ്രോളിഫിക് ഓൾമോസ്റ്റ് CMF, DMF, AMF അറ്റാക്കിങ്ങിലുള്ള എല്ലാ ഫോർമേഷനിലും അദ്ദേഹത്തിന് കാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഡിഫെൻസും കാര്യങ്ങളും ഇല്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 81 സ്പീഡുണ്ട്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ 90 അബോവ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എടുക്കാൻ പറയുന്നത് ഹക്കൻ ചാവ്ലിനോഗ്ലുവും പിന്നെ എഡേഴ്സൺ മൊറാൽസും ആണ്. എഡേഴ്സണും ഹക്കൻ ചാവ്ലിനോഗ്ലുവുമാണ് ഇതിലൊരുത്തിന് നല്ലതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.